ഹലോ, ബിൽഡർ കരിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. RRB NTPC റിവിഷൻ സീരീസ് നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ തന്നെ അത് യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് നമ്മളെ അറിയിക്കുന്നുണ്ട്. നിങ്ങളുടെ കമൻറ്റുകളും കാര്യങ്ങളും എല്ലാം ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് നോക്കുന്നത് കെമിസ്ട്രിയാണ്. ഇതുവരെ നമ്മുടെ റിവിഷൻ സീരീസ് കാണാത്തവരുണ്ടെങ്കിൽ, ഇന്ന് ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു 45 ഡേയ്സ് റിവിഷൻ സീരീസ് ത്രൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് RRB റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ ഇപ്പം മാറിയ RRBയുടെ പാറ്റേണിനനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ഓരോ സബ്ജക്റ്റിൻ്റെയും മാക്സിമം നമ്മളെ കൊണ്ടാവുന്ന രീതിയിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും എക്സ്പ്ലനേഷൻസും എല്ലാം നിങ്ങൾക്ക് ഈ ഒരു 45 ഡേയ്സിൽ നമ്മൾ വീഡിയോസ് ത്രൂ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നൊരു കാര്യമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഇന്ന് ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ബാക്കിയുള്ള വീഡിയോസ് 45 ഡേയ്സിലുള്ള നമ്മൾ ഇതിന് മുന്നേ ചെയ്ത വീഡിയോസ് എല്ലാം കൂടിയുള്ള പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. അത് പോയി നോക്കാം. അതല്ലെങ്കിൽ ഞാനിവിടെ ഐക്കാർട്ടിൽ ആ പ്ലേലിസ്റ്റ് ആഡ് ചെയ്യാം. അതിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുവരെ ചെയ്ത എല്ലാ വീഡിയോസും കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് നോക്കുന്നത് കെമിസ്ട്രിയാണ്. കെമിസ്ട്രിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 50 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം അതിനകത്ത് 25 ക്വസ്റ്റ്യൻസ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഉണ്ടാവും. ബാക്കി 25 ക്വസ്റ്റ്യൻസ് ഒരു സെക്കൻഡ് പാർട്ടായിട്ട് നമ്മൾ അധികം വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെയും കണ്ടിട്ടുണ്ട് പക്ഷെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഈ ഒരു ചാനലും ഈ ഒരു ചാനലിലെ കണ്ടന്റും യൂസ്ഫുൾ ആണ് എന്ന് തോന്നുവാണെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലും മതി. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ അറ്റോമിക് നമ്പർ ഓഫ് ആൻ എലമെന്റ് റെപ്രസെന്റ്സ് ദ നമ്പർ ഓഫ്. നമുക്കറിയാം ഒരു എലമെന്റിന് ഓരോ എലമെന്റിനും എന്തുണ്ട്, അറ്റോമിക് നമ്പർ ഉണ്ട് അല്ലെ. ആ ഒരു എലമെന്റിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് അതിന്റെ ഏതിന്റെ നമ്പറാണ്, പ്രോട്ടോൺസിന്റെ നമ്പറാണ് അറ്റോമിക് നമ്പർ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, അറ്റോമിക് നമ്പറിനെ നമ്മൾ സെഡ് എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക. ന്യൂക്ലിയസിലുള്ള പ്രോട്ടോൺസിന്റെ നമ്പറിനെയാണ് അറ്റോമിക് നമ്പർ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു അറ്റോമിക് നമ്പർ ആണ് എലമെന്റിന്റെ പ്രോപ്പർട്ടി, കെമിക്കൽ പ്രോപ്പർട്ടീസിനെ ഡിറ്റർമൈൻ ചെയ്യണത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും കൺഫ്യൂഷൻ വരും, അപ്പൊ ഇലക്ട്രോൺസിന്റെ നമ്പർ അല്ലേ എന്നൊരു കൺഫ്യൂഷൻ വരും. ഇലക്ട്രോൺസിന്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എക്സാക്ട്ലി അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ദ ലൈറ്റസ്റ്റ് എലമെന്റ്. ഏറ്റവും ലൈറ്റസ്റ്റ്, വെയിറ്റ് കുറഞ്ഞ അല്ലെങ്കിൽ ഏറ്റവും ലൈറ്റസ്റ്റ് ആയിട്ടുള്ള എലമെന്റ് ഏതാണ്, ഹൈഡ്രജൻ ആണ്. ഓക്കെ, ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ 1 ആണ്. കാരണം ഹൈഡ്രജൻ ആകെ ഒരു പ്രോട്ടോണേ ഉള്ളൂ, ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പീരിയോഡിക് ടേബിളിലെ ഏറ്റവും ലൈറ്റസ്റ്റ് എലമെന്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്, അത് ഹൈഡ്രജൻ ആണ്. ഓക്കെ, അടുത്തത്, ദ pH വാല്യൂ ഓഫ് പ്യുവർ വാട്ടർ. ശുദ്ധജലത്തിന്റെ പ്യുവർ വാട്ടറിന്റെ pH വാല്യൂ 7 ആണ്. ഓക്കെ, 7 എന്ന് പറഞ്ഞാൽ എന്താണ്, ന്യൂട്രൽ ആണ് അല്ലെ. ബിലോ 7 ആണെങ്കിൽ അസിഡിക് ആയിരിക്കും, എബോ 7 ആണെങ്കിൽ ആൽക്കലൈൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ ന്യൂട്രൽ ആണ്. പ്യുവർ വാട്ടർ എപ്പോഴും എന്തായിരിക്കും, ന്യൂട്രൽ ആണ്, 7 ആണ്. ഇത് ഏത് ഡിഗ്രി ടെമ്പറേച്ചറിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, 25 ഡിഗ്രി സെൽഷ്യസിലാണ് പ്യുവർ വാട്ടറിന്റെ pH വാല്യൂ 7 ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയില്ലേ. ദ ഗ്യാസ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് അമോണിയ. അമോണിയയുടെ മാനുഫാക്ചറിങ്ങിന്, അമോണിയ ഉണ്ടാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്യാസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹൈഡ്രജനും നൈട്രജനുമാണ് നമ്മൾ അമോണിയ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അമോണിയ എന്ന് പറഞ്ഞാൽ എന്താണ്, NH3 ആണ് അല്ലെ. അമോണിയയുടെ കെമിക്കൽ ഫോർമുല NH3 ആണ്. അപ്പം N എന്ന് പറഞ്ഞാൽ നൈട്രജൻ ആണ്, H എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ആണ്. ഒരു നൈട്രജനും 3 ഹൈഡ്രജൻ ഗ്യാസും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നത്, അമോണിയ ഉണ്ടാവുന്നത്. ആ ഒരു പ്രോസസ്സ്, അമോണിയ ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്നത് ഹേബർ പ്രോസസ് എന്നാണ്. ഹേബർ പ്രോസസ് എന്നാണ്. ഹൈഡ്രജൻ ആൻഡ് നൈട്രജൻ ഫിക്സ് ചെയ്ത് അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ അമോണിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്നത് ഹേബർ പ്രോസസ് എന്നാണ്. ഓക്കെ, അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ നോബിൾ ഗ്യാസ്. നോബിൾ ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്താണ്,
18th ഗ്രൂപ്പിലുള്ള എലമെന്റ്സ് ആണ് അല്ലെ. 18th പീരിയോഡിക് ടേബിളിലെ 18th ഗ്രൂപ്പിലുള്ള എലമെന്റ്സിനെയാണ് നമ്മൾ നോബിൾ ഗ്യാസ് എന്ന് പറയുന്നത്. ഹീലിയം ഒരു നോബിൾ ഗ്യാസ് ആണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? ഇതിനകത്ത് പറഞ്ഞു തന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ കെമിക്കൽ ഫോർമുല ഓഫ് ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡയുടെ കെമിക്കൽ ഫോർമുല NaHCO3 ആണ്. ഓക്കെ, ബേക്കിംഗ് സോഡയുടെ വേറൊരു പേരെന്താണ്? സോഡിയം ബൈകാർബണേറ്റ് എന്നാണ് നമ്മൾ ബേക്കിംഗ് സോഡയെ പറയുന്നത്. സോഡിയം ബൈകാർബണേറ്റ്, NaHCO3. അത് കൂടുതലായിട്ട് നമ്മൾ ബേക്കിംഗ് സോഡ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുക? കുക്കിങ്ങിന് യൂസ് ചെയ്യും, കേക്ക് ബേക്കിങ്ങിന്, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യും അല്ലെ. അതുപോലെ തന്നെ മെഡിസിനൽ പേർപ്പസിനും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ബേക്കിംഗ് സോഡ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ബേക്കിംഗ് സോഡയുടെ കെമിക്കൽ നെയിം എന്ന് പറഞ്ഞാൽ എന്താണ്? കെമിക്കൽ നെയിം സോഡിയം ബൈകാർബണേറ്റ് ആണ്. കെമിക്കൽ ഫോർമുല NaHCO3 ആണ്. കുക്കിങ്ങിനും മെഡിസിനൽ പേർപ്പസിനും ഒക്കെയാണ് ബേക്കിംഗ് സോഡ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് വിച്ച് മെറ്റൽ ഈസ് ദ ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റിയുടെ ബെസ്റ്റ് കണ്ടക്ടർ എന്ന് പറയുന്നത് സിൽവർ ആണ്. ഓക്കെ, മെറ്റൽസിൽ വെച്ച് നോക്കുമ്പോൾ, ബാക്കിയുള്ള മെറ്റൽസിനെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാനുള്ള ആ ഒരു പവർ ഉള്ളത് ആർക്കാണ്? സിൽവറിനാണ് ഉള്ളത്. സിൽവർ കഴിഞ്ഞ് കോപ്പർ, ആഫ്റ്റർ ദാറ്റ് മാത്രമേ എന്ത് വരുന്നുള്ളൂ? ഗോൾഡ് വരുന്നുള്ളൂ. ഓക്കെ, അടുത്തത് റസ്റ്റിംഗ് ഓഫ് അയൺ ഒക്കേഴ്സ് ഡ്യൂ ടു. അയൺ റസ്റ്റിംഗ്, തുരുമ്പ് എടുക്കുന്നത് അല്ലെ, ഇരുമ്പിന് തുരുമ്പ് വരുന്നതൊക്കെ എന്ത് കാരണമാണ്? ഓക്സിജനും വാട്ടറും തമ്മിൽ റിയാക്ട് ചെയ്യുന്നത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? റസ്റ്റിംഗ് ഓഫ് അയൺ ഉണ്ടാവുന്നത്. ഓക്കെ, റസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഒരു ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ്. ഓക്കെ, റസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ്. അവിടെ എന്താ സംഭവിക്കുന്നത്? അയണ് ഓക്സിജനും വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? അയൺ ഓക്സൈഡ് ഫോം ചെയ്യും. അയൺ എന്തുമായിട്ടാണ് റിയാക്ട് ചെയ്യണത്? ഓക്സിജനും വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അവിടെ എന്ത് ഫോം ചെയ്യും? Fe2O3 H2O ഇതാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, എന്താണത്? അയൺ ഓക്സൈഡ് ഫോം ചെയ്യും. അപ്പൊ ഇതാണ് റസ്റ്റിംഗ് ഓഫ് അയണിൽ സംഭവിക്കുന്നത്. അയൺ ഓക്സിജനും വാട്ടറുമായി റിയാക്ട് ചെയ്ത് അയൺ ഓക്സൈഡ് ഫോം ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റസ്റ്റിംഗ് ഓഫ് അയൺ എന്ന് പറയുന്നത്. അടുത്തത് ദ മോസ്റ്റ് അബണ്ടന്റ് ഗ്യാസ് ഇൻ എർത്ത്സ് അറ്റ്മോസ്ഫിയർ. എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഗ്യാസ് നൈട്രജൻ ആണ്. ഓക്കെ, നൈട്രജൻ 78% ആണ് എർത്തിന്റെ അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിൽ ഉള്ളത്. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ 78% കാണപ്പെടുന്ന ഗ്യാസ് ഏതാണ്? നൈട്രജൻ ആണ്. ഓക്കെ, വാട്ട് ഈസ് ദ കെമിക്കൽ നെയിം ഓഫ് ക്യുക്ലൈം. ക്യുക്ലൈമിന്റെ കെമിക്കൽ നെയിം ആണ് ചോദിച്ചിരിക്കുന്നത്. കെമിക്കൽ നെയിം കാൽസ്യം ഓക്സൈഡ് എന്നാണ്. കെമിക്കൽ ഫോർമുല എന്താണ്? CaO എന്നാണ്. ഓക്കെ, അത് കൺസ്ട്രക്ഷനും അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലും കെമിക്കൽ ഇൻഡസ്ട്രീസിലും ഒക്കെ നമ്മൾ ക്യുക്ലൈം കാൽസ്യം ഓക്സൈഡ്, ക്യുക്ലൈം അല്ലെങ്കിൽ കാൽസ്യം ഓക്സൈഡ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. കൺസ്ട്രക്ഷനിലൊക്കെ നമുക്കറിയാലേ, ചുമര് തേക്കാനും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? കാൽസ്യം ഓക്സൈഡ് അല്ലെങ്കിൽ ക്യുക്ലൈം, ചുണ്ണാമ്പ് എന്നൊക്കെ പറയുന്നത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? ഇതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ഡൗട്ടോ കാര്യങ്ങളോ കൺഫ്യൂഷനോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണം. വിത്ത് ക്വസ്റ്റ്യൻ നമ്പർ ചെയ്താൽ മതി. ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ അത് സോൾവ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ അറ്റോമിക് മാസ് ഓഫ് ആൻ എലമെന്റ് ഈസ് ദ സം ഓഫ്. ഒരു എലമെന്റിന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് അതിലെ നമ്പർ ഓഫ് പ്രോട്ടോൺസിന്റെയും ന്യൂട്രോൺസിന്റെയും സം ആണ്. ഓക്കെ, ആ ആറ്റത്തിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് ടോട്ടൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന നമ്പർ ആണ് ആ ഒരു എലമെന്റിന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലെ? അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഗ്യാസ് ടേൺസ് ലൈം വാട്ടർ മിൽക്കി. ലൈം വാട്ടറിനെ ഒരു മിൽക്കി രൂപത്തിലാക്കുന്നത്, ഒരു മിൽക്കി പരുവത്തിലാക്കുന്നത് ഏത് ഗ്യാസ് ആണ്? കാർബൺ ഡയോക്സൈഡ് ആണ്. ഓക്കെ, ലൈം വാട്ടർ എന്ന് പറഞ്ഞാൽ ലെമൺ ജ്യൂസ് അല്ല കേട്ടോ, അത് ആലോചിക്കണം. ചുണ്ണാമ്പ് വെള്ളമാണ്. ലൈം വാട്ടർ എന്ന് പറഞ്ഞാൽ ചുണ്ണാമ്പ് വെള്ളം, അതായത് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് ലൈം വാട്ടർ.
ഈ കാൽസ്യം ഹൈഡ്രോക്സൈഡിന്റെ കൂടെ കാർബൺ ഡൈ ഓക്സൈഡ് റിയാക്ട് ചെയ്യും. റിയാക്ട് ചെയ്യുമ്പം അവിടെ എന്താണ് ഫോം ചെയ്യണത്? കാൽസ്യം കാർബണേറ്റ് ഫോം ചെയ്യും. കാൽസ്യം കാർബണേറ്റ് ആണ് ഫോം ചെയ്യണത്. കാൽസ്യം കാർബണേറ്റ് ഫോം ചെയ്താൽ അത് ഏത് ഫോമിലേക്ക് മാറും? ഒരു മിൽക്കി ഫോമിലേക്ക് മാറും. ഓക്കെ, അപ്പൊ കാൽസ്യം ഹൈഡ്രോക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും കൂടെ റിയാക്ട് ചെയ്തിട്ടാണ് കാൽസ്യം കാർബണേറ്റ് ഫോം ചെയ്യണത്. ആ ഒരു കാൽസ്യം കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ മിൽക്കി പരുവത്തിലായിരിക്കും നമുക്ക് കാണുന്നുണ്ടാവുക. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ലൈം വാട്ടർ അല്ലെങ്കിൽ കാൽസ്യം ഹൈഡ്രോക്സൈഡിനെ മിൽക്കി രൂപത്തിലേക്ക് ആക്കുന്നത് ആരാണ്? കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രസൻസ് ആണ്. ഓക്കെ, അടുത്തത് the metal that reacts with water at room temperature is. റൂം ടെമ്പറേച്ചറിൽ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്ന മെറ്റൽ ഏതാണ്? സോഡിയം ആണ്. ഓക്കെ, റൂം ടെമ്പറേച്ചറിൽ വച്ചാലും സോഡിയവും വാട്ടറും വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് തമ്മിൽ റിയാക്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് അവിടെ എന്ത് ഫോം ചെയ്യും? സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ് ആണ് ഫോം ചെയ്യണത്. ഓക്കെ, സോഡിയം ആൻഡ് വാട്ടർ റൂം ടെമ്പറേച്ചറിൽ ഇരുന്ന് തന്നെ റിയാക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ്. എന്നിട്ട് അവര് എന്തൊക്കെയാ ഫോം ചെയ്യുക? സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജൻ ഗ്യാസുമാണ് ആ ഒരു റിയാക്ഷന്റെ ഫലമായിട്ട് അവിടെ ഉണ്ടാവുന്ന പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആയല്ലോ അല്ലെ? അടുത്തത് The chemical formula of common salt. Common salt നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഉപ്പിന്റെ കെമിക്കൽ ഫോർമുല NaCl ആണ്. NaCl എന്ന് പറഞ്ഞാൽ എന്താണ്? സോഡിയം ക്ലോറൈഡ്. ഓക്കെ, അപ്പം NaCl ആണ് കോമൺ സോൾട്ട് എന്ന് പറയുന്നത്. അതിന്റെ പേരെന്താണ്? സോഡിയം ക്ലോറൈഡ്. അടുത്തത് which of the following is not an organic compound? കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ഓർഗാനിക് കോമ്പൗണ്ട് അല്ല. ഓക്കെ, ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാല് ഓർഗാനിക് കോമ്പൗണ്ട്സിൽ എപ്പോഴും എന്താണ് ഉണ്ടാവുക? കാർബൺ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവും. ഓക്കെ, കാർബൺ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവും. പക്ഷെ ഇവിടെ എന്തില്ല? CO2 ഹൈഡ്രജൻ ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് എന്തല്ല? ഓർഗാനിക് കോമ്പൗണ്ട് അല്ല. ഓർഗാനിക് കോമ്പൗണ്ടിൽ എപ്പോഴും എന്താണ് ഉണ്ടാവുക? കാർബണും ഹൈഡ്രജനും തമ്മിലുള്ള ബോണ്ടാണ് ഓർഗാനിക് കോമ്പൗണ്ട്സിൽ എപ്പോഴും കാണുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? ഓക്കെ ആയിട്ടുണ്ടല്ലോ അല്ലെ? നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The process of converting solid directly into gas is called. ഈ ക്വസ്റ്റ്യൻ ഇത്തവണത്തെ ടെക്നീഷ്യൻ ഗ്രേഡ് 3 ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോളിഡിനെ ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആയി കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ എന്താ പറയുക? സബ്ലിമേഷൻ എന്നാണ് പറയുക. ഓക്കെ, സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ആവാണ്ട് സോളിഡ് ഡയറക്റ്റ് ആയിട്ട് ഗ്യാസിലേക്ക് മാറുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആണ് ഡ്രൈ ഐസ്. ഓക്കെ, ഡ്രൈ ഐസ് ലിക്വിഡ് ആവാണ്ട് ഡയറക്റ്റ് ആയിട്ട് ഗേഷ്യസ് ഫോമിലേക്കാണ് മാറുന്നത്. ഓക്കെ അല്ലേ? അടുത്തത് which of the following is an example of a chemical change? ബേണിംഗ് ഓഫ് വുഡ്. അതിനകത്ത് തന്നിരിക്കുന്ന ബാക്കിയുള്ളത് മെൽറ്റിംഗ് ഓഫ് ഐസ്, ബോയിലിംഗ് ഓഫ് വാട്ടർ, ഡിസോൾവിംഗ് ഷുഗർ ഇൻ വാട്ടർ. മെൽറ്റിംഗ് ഓഫ് ഐസ് ഒരു കെമിക്കൽ ചേഞ്ച് അല്ല അല്ലെ, ഫിസിക്കൽ ചേഞ്ച് ആണ്. ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ഐസ് എന്താവുന്നത്? സോളിഡിൽ നിന്നും ലിക്വിഡും ലിക്വിഡിൽ നിന്ന് എഗെയിൻ സോളിഡും ഒക്കെ ആവുന്നത് ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? ഫിസിക്കൽ ചേഞ്ച് ആണ് സംഭവിക്കുന്നത്. ബോയിലിംഗ് ഓഫ് വാട്ടർ ആണെങ്കിലും അവിടെ എന്താണ്? അതൊരിക്കലും കെമിക്കൽ ചേഞ്ചിൽ ഉൾപ്പെടുന്നതല്ല. ഇനി ഷുഗർ, വെള്ളത്തിൽ പഞ്ചസാര ആഡ് ചെയ്യുന്നത് ഒരു കെമിക്കൽ ചേഞ്ച് ആണോ? അല്ല, അതും കെമിക്കൽ ചേഞ്ച് അല്ല. പിന്നെ അവിടെ ഉള്ളത് എന്താണ്? ബേണിംഗ് ഓഫ് വുഡ് ആണുള്ളത്. ബേണിംഗ് ഓഫ് വുഡ് അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു റിയാക്ഷൻ നടന്നു കഴിഞ്ഞ് പുതിയ പ്രോഡക്ട്സ് ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ വുഡ് ബേൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കരി കിട്ടും അല്ലെ, അത് പുതിയൊരു പ്രോഡക്റ്റ് ആണ്. അപ്പൊ അവിടെ സംഭവിക്കുന്നത് എന്താണ്? കെമിക്കൽ ചേഞ്ച് ആണ് സംഭവിക്കുന്നത്. Which of the following is a greenhouse gas? Greenhouse gas എന്നറിയപ്പെടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് ഹീറ്റിനെ ട്രാപ്പ് ചെയ്യും. അറ്റ്മോസ്ഫിയറിലുള്ള ചൂടിനെ എല്ലാം കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്തിട്ട് ഗ്ലോബൽ വാർമിങ്ങിന് കോൺട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് ട്രാപ്സ് ഹീറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ കോൺട്രിബ്യൂട്ടിംഗ് ടു ഗ്ലോബൽ വാർമിംഗ്. അതുകൊണ്ട് തന്നെയാണ് കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ എന്ത് പറയുന്നത്? ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് പറയുന്നത്.
ദ ഹാർഡസ്റ്റ് നാച്ചുറൽ സബ്സ്റ്റൻസ്, നാച്ചുറലി ഒക്കർ ചെയ്യുന്ന സബ്സ്റ്റൻസിലെ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ട് ഇതുവരെയും നമ്മൾ കണ്ടെത്തിയതിലുള്ളത് ആരാണ്? ഡയമണ്ട് ആണ്. ഓക്കെ, ഡയമണ്ട് എന്ന് പറയുന്നത് കാർബണിന്റെ അലോട്രോപ്പ് ആണ്. ഓക്കെ, ഡയമണ്ട് ആരുടെ അലോട്രോപ്പ് ആണ്? ഡയമണ്ട് ഇസ് ആൻ അലോട്രോപ്പ് ഓഫ് കാർബൺ. ഓക്കെ, നമുക്ക് അറിയാവുന്ന ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള നാച്ചുറൽ മെറ്റീരിയലുമാണ് ആര്? ഡയമണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ദ കെമിക്കൽ യൂസ്ഡ് ഇൻ ഫോട്ടോഗ്രഫി. ഫോട്ടോഗ്രഫിയിൽ നമ്മൾ ഫോട്ടോഗ്രാഫിക് ഫിലിംസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാം. നമ്മൾ ഫിലിം ഡെവലപ്പിംഗ് എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കെമിക്കൽ സിൽവർ നൈട്രേറ്റ് ആണ്. ഓക്കെ, സിൽവർ നൈട്രേറ്റ് എന്ന് പറഞ്ഞാൽ AgNO3 ആണ്. ഓക്കെ, AgNO3 ആണ് സിൽവർ നൈട്രേറ്റ്. ഫോട്ടോഗ്രാഫിക് ഫിലിംസിനെ ഡെവലപ്പ് ചെയ്യാനായിട്ടാണ് നമ്മൾ സിൽവർ നൈട്രേറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ഗ്യാസ് റെസ്പോൺസിബിൾ ഫോർ ആസിഡ് റെയിൻ. ആസിഡ് റെയിനിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഗ്യാസ് ഏതാണ്? സൾഫർ ഡയോക്സൈഡ് ആണ്. സൾഫർ ഡയോക്സൈഡ്, SO2. സൾഫർ ഡയോക്സൈഡ് വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യും. അറ്റ്മോസ്ഫിയറിൽ വെച്ച് റിയാക്ട് ചെയ്തിട്ട് സൾഫ്യൂരിക് ആസിഡ് ആയിട്ട് ഫോം ചെയ്യും. അതാണ് ആസിഡ് റെയിനിന് കാരണമാകുന്നത്. സൾഫർ ഡയോക്സൈഡും വെള്ളവും കൂടെ റിയാക്ട് ചെയ്ത് സൾഫ്യൂരിക് ആസിഡ് ഫോം ചെയ്യും. അതാണ് നമ്മൾ എന്ത് പറയുന്നത്? ആസിഡ് റെയിൻ എന്ന് പറയുന്നത്. അപ്പൊ അന്തരീക്ഷത്തിൽ സൾഫർ ഡയോക്സൈഡിന്റെ പ്രസൻസ് ഉള്ള സ്ഥലങ്ങളിൽ മഴ പെയ്യുമ്പം അവിടെ ആ മഴ ഏത് മഴയായിട്ട് രൂപം പ്രാപിക്കും? ആസിഡ് റെയിൻ ആയിട്ട് രൂപം പ്രാപിക്കും. അത് ഏത് ആസിഡ് ആണ്? സൾഫ്യൂരിക് ആസിഡ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. ഓക്കെ, which metal is liquid at room temperature? റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ് ആയിട്ടിരിക്കുന്ന മെറ്റൽ മെർക്കുറി ആണ് അല്ലെ. മെർക്കുറി, Hg എന്നാണ് അതിന്റെ നെയിം. അതാണ് ഒരേ ഒരു മെറ്റൽ, അതായത് റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ് ആയിട്ടിരിക്കുന്ന ഒരേ ഒരു മെറ്റൽ ഏതാണ്? മെർക്കുറിയാണ്. ഓക്കെ, ദ പ്രോസസ് ഓഫ് ഇലക്ട്രോലിസിസ് ഈസ് യൂസ്ഡ് ഇൻ. ഇലക്ട്രോലിസിസ് പ്രോസസ്സ് മെറ്റൽസിന്റെ പ്യൂരിഫിക്കേഷൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, നമ്മൾ കോപ്പർ, അലുമിനിയം ഇതിന്റെയൊക്കെ റിഫൈനിങ്ങിനൊക്കെയാണ് ഇലക്ട്രോലിസിസ് പ്രോസസ്സ് യൂസ് ചെയ്യുന്നത്. അതിനെ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ മെറ്റൽസിന്റെ പ്യൂരിഫിക്കേഷന് യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇലക്ട്രോലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ നോൺ മെറ്റൽ ബട്ട് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി? ഇലക്ട്രിസിറ്റിയുടെ കണ്ടക്ടർ ആണ്, പക്ഷെ എന്താണ്? നോൺ മെറ്റലുമാണ്. അത് ഏതാണ്? കാർബൺ അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് എന്ന് പറയും. ഗ്രാഫൈറ്റ് എന്താണ്? കാർബണിന്റെ അലോട്രോപ്പ് ആണ്. ആ ഗ്രാഫൈറ്റ് ഇലക്ട്രിസിറ്റിനെ കണ്ടക്ട് ചെയ്യും. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തുണ്ട്? ഫ്രീ മൂവിങ് ഇലക്ട്രോൺസ് ഉണ്ട്. പക്ഷെ ഈ ഗ്രാഫൈറ്റ് അല്ലെങ്കിൽ കാർബൺ എന്താണ്? നോൺ മെറ്റലും ആണ്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ മാൻമെയ്ഡ് ഫൈബർ? മാൻമെയ്ഡ് ഫൈബർ, കോട്ടൺ, സിൽക്ക്, വൂള് ഒക്കെ നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നതാണ്? നേച്ചറിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്. നൈലോൺ ഒരു മാൻമെയ്ഡ് ഫൈബർ ആണ്. അതെന്താണ്? സിന്തറ്റിക് പോളിമർ ആണ്. നൈലോൺ സിന്തറ്റിക് പോളിമർ ആണ്. ഓക്കെ, എന്തിൽ നിന്നാണ് ഈ ഒരു നൈലോൺ ഉണ്ടാക്കുന്നത്? പെട്രോ കെമിക്കൽസിൽ നിന്നാണ് നൈലോൺ ഉണ്ടാക്കുന്നത്. പെട്രോ കെമിക്കൽസിൽ നിന്നാണ് നൈലോൺ ഉണ്ടാക്കുന്നത്. നൈലോൺ എന്താണ്? ഒരു സിന്തറ്റിക് പോളിമർ ആണ് ആൻഡ് ഇറ്റ്സ് എ മാൻമെയ്ഡ് ഫൈബർ. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കെമിസ്ട്രിയിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് നോക്കാനുള്ളത്. അടുത്തൊരു 25 ക്വസ്റ്റ്യൻസ് ബാലൻസ് ഉണ്ട്. അത് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് അധികം വൈകാതെ തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇന്ന് പറഞ്ഞു തന്ന എല്ലാ ക്വസ്റ്റ്യൻസും ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ഡൗട്ടോ കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് സെക്ഷനിൽ അത് ചോദിക്കണം. ഞാൻ എന്തായാലും അത് ക്ലാരിഫൈ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ NTPC റിവിഷൻ സീരീസ് ഇനിയും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഞാൻ പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നൊക്കെ വിചാരിക്കുന്നവർ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് സമയം വൈകിട്ടില്ല. ഇന്ന് മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഫ്രം ദ ഫസ്റ്റ് വീഡിയോ നിങ്ങൾക്ക് നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. ആ ഒരു വീഡിയോസ് ഒക്കെ കണ്ട് പഠിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് വരും. ഓക്കെ, അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രിപ്പറേഷൻസ് കണ്ടിന്യൂ ചെയ്യുക. നമ്മൾ നമ്മുടെ വീഡിയോസ് ബാക്ക് ടു ബാക്ക് ഓരോന്നായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു.